ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ നോമ്പ് തുറക്കാൻ എന്തുണ്ടാക്കുന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മന്തി കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് മന്തി ഉണ്ടാക്കാണ്ടിരിക്കുന്നവർക്കുള്ളൊരു മന്തി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ചേരുവകളൊന്നും ആവശ്യമില്ലാത്തൊരു മന്തി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സെല്ല ബസ്മതി റൈസ് ആണ്. അപ്പോൾ നാട്ടിൽ കുറേ പേര് ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് ആണോ വേണ്ടത് ഗോൾഡൻ ആണോ വേണ്ടത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ രണ്ട് തരം അരി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിപ്പം ഗോൾഡൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, വൈറ്റ് അല്ല. അപ്പം സെല്ല ഗോൾഡൻ റൈസാട്ടോ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസിൽ. അപ്പം ഇത് 5 കപ്പുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് വെക്കാനൊന്നും നിൽക്കുന്നില്ല, കഴുകിയ പാടെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം 5:30 ആയിട്ടുണ്ട് സമയം. നമുക്ക് അരമണിക്കൂറിനകത്ത് നമ്മളിത് ദമ്മിടാനുണ്ട് കേട്ടോ. അപ്പം വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ചെയ്തത് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതായിരുന്നു കേട്ടോ. എന്നിട്ട് തിളച്ച ശേഷം അതിലോട്ട് ഉപ്പ്, 1 ടീസ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി എടുത്തിട്ടുള്ള ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചോറൊന്ന് റെഡി ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയായി കിട്ടുമല്ലോ. പിന്നെ ചോറ് റെഡിയാവാൻ പിന്നെ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചോറ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യം പറഞ്ഞുതരാം. പിന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൊലിയുള്ള ചിക്കൻ തന്നെയാണ്. പക്ഷേ തൊലിയില്ലാത്ത ചിക്കൻ കൊണ്ടും മന്തി ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല, കാണാനുള്ളൊരു ലുക്കൊന്നും ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തൊലിയുള്ള ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ചിക്കൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കനും പിന്നെ രണ്ടാമത്തെ ചിക്കൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കന്. പിന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷം വേണം ഇതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ കുത്തുന്ന സാധനം എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോഴേ അതിൻ്റെ അകത്തൊക്കെ മസാല പിടിക്കുള്ളൂ, ചിക്കൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 5-6 ഏലയ്ക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പൂ. ഇത് 3 മാത്രമേ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ചേരുവകളൊന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. ജീരകം പൊടിച്ചതും അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെറിയ ജീരകമൊക്കെ ഉണ്ടത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ, പിന്നെ ഒരു 4 ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിലോട്ട് ചിക്കൻ ക്യൂബ് എന്തായാലും വേണം, കാരണം അതില്ലെങ്കിൽ മന്തിയുടെ ഫ്ലേവർ ഉണ്ടാവില്ല. അതുപോലെ ക്യാപ്സിക്കം ചിക്കൻ ക്യൂബ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ക്യാപ്സിക്കം ഒരു 2 ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മന്തി. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ മന്തിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ചേരുവകൾ ചേർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ കിട്ടില്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് കളറ് ചേർത്ത് കൊടുക്കാണ്ട്, കളറ് ചേർക്കുമ്പം കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. കളറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു ഓറഞ്ച് റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ ടൈഗർ ബ്രാൻഡിൻ്റെ, അതുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ആ മന്തിയുടെ ഒരു കളർ കിട്ടും, ആ ചിക്കൻക്കൊരു റെഡ് കളർ കിട്ടും. ഇനിയിപ്പം അത് ചേർക്കേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് മാത്രം ചേർക്കട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് വേണ്ടത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതുപോലെ നമ്മുടെ അരി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരി ഒരു 5-7 മിനിറ്റോ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി, കാരണം അത് വേവ് കൂടാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം. പിന്നെ സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് വെന്ത് ഉടഞ്ഞു പോകുന്നില്ല, അപ്പോൾ അത് പേടിക്കൊന്നും വേണ്ട. എന്നാലും ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, വെന്തിട്ടുണ്ടോ. ഒന്ന് നന്നായിട്ട് വേവും വേണം, എന്നാൽ വേവ് കൂടാനും പാടില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സംഭവം കൂടി ചേർക്കാനുണ്ട്. അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പം മന്തിയൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ എല്ലാ ചേരുവകളും ഇല്ലെങ്കിലും ഈ അത്യാവശ്യപ്പെട്ട ക്യാപ്സിക്കം അതുപോലെ ചിക്കൻ സ്റ്റോക്കും അതെന്തായാലും നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 കപ്പിന് മുകളിൽ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, വെളിച്ചെണ്ണ പറ്റില്ല കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. ശരിക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിലും എത്രയോ എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നോമ്പ് തുറന്ന ശേഷമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഇനി ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക.
അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതുപോലെ നമ്മുടെ അരി ഇതാ നമ്മളിപ്പം ഇത്രയും ചെയ്തിട്ടും അരി റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഞാനിത് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും സംസാരിച്ച് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെക്കുന്നൊന്നുമില്ല, അപ്പം തന്നെ നമ്മൾ വേഗം കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മുമ്പത്തെ റെസിപ്പീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് എടുത്ത് വെക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യണം, എന്നിട്ട് പോലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതാ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആവുന്നൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 വശവും ഒന്നും ഇങ്ങനെ ഫ്രൈ ആയി പോലെ കിട്ടണം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ ചിക്കൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടല്ലോ, അതാണിപ്പോൾ ഇങ്ങനെ ക്രൗഡഡായിട്ട് കിടക്കുന്നത്. ഒരു ചിക്കൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. സാധാരണ 5 കപ്പ് റൈസിലോട്ട് ഞാൻ ഒരു ചിക്കൻ എടുക്കുക, അപ്പോൾ അത് കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു കുറച്ച് നേരം കൂടി വെക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് എപ്പോഴും വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ആ ഓയിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഇപ്പോൾ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുണ്ടാകും, കാരണം നമ്മൾ ചിക്കൻ ഇങ്ങനെ കുത്തി കൊടുത്തിരുന്നല്ലോ. അപ്പം ഈ മസാലയൊക്കെ ചിക്കൻ്റെ അകത്തേക്കൊക്കെ കയറിയിട്ട് നന്നായിട്ട് ഫ്ലേവർഫുൾ ആയിട്ടുണ്ടാകും. അതങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട്, വെള്ളമല്ല ആ ഓയിൽ എടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റണം. കാരണം നമുക്ക് റൈസിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വേറെ എക്സ്ട്രാ ചേരുവകളൊന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ലല്ലോ. പിന്നെ കുറച്ച് ഓയിലും അതുപോലെ കുറച്ചൊരു ഗ്രേവിയും അവിടെ ഇരുന്നോട്ടെ. കാരണം അടിയിൽ ഒന്നുമില്ലെങ്കിൽ ഒട്ടും തന്നെ നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അത് അടി പിടിച്ച പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവിടെ ഇരിക്കണം. ബാക്കി കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കാനുള്ളത്. ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് അത്യാവശ്യം നന്നായിട്ട് കുക്കായ ചോറാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ഞാൻ ദമ്മിടുന്നത് കേട്ടോ. കുറച്ചധികം ചോറുണ്ടല്ലോ, അപ്പോൾ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞ ശേഷം ഈ ഓയിൽ നമ്മളിപ്പോൾ മാറ്റി വെച്ച ഓയിലുണ്ടല്ലോ അത് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മന്തിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എല്ലാ ചേരുവകളില്ലെങ്കിലും ഈ അത്യാവശ്യപ്പെട്ട ചിക്കൻ സ്റ്റോക്കും അതുപോലെ ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പിയാണ് ഈ മന്തി. അത്രയും സിമ്പിളാണ്, പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ 2 ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് കളറാണ്, റെഡ് ഫുഡ് കളറാണ്. അത് ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പലരും ചോദിക്കും ആ മന്തിയുടെ ലുക്കൊന്നും ഇല്ലയെന്ന്, അതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ടേസ്റ്റിലൊന്നും ആ ഒരു ചേഞ്ച് വരില്ല. അപ്പോൾ അത് അടച്ച് വെക്കുക കേട്ടോ. ഇനി ഫ്ലെയിം വെക്കേണ്ടത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വെക്കുക കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വെക്കാൻ നോക്കാം. എന്നാലേ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ആ ഒരു ദമ്മിൽ കിടന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ റൈസൊക്കെ. അപ്പം ഞാൻ 1 മണിക്കൂറായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ തന്നെ ധാരാളം കേട്ടോ. അപ്പം ഇനിയിപ്പം 1 മണിക്കൂർ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒന്നുകൂടെ സെറ്റായി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ അരമണിക്കൂർ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെക്കട്ടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടൊരു സൈഡ് ഡിഷ് റെഡിയാക്കി എടുക്കാം. തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. 1 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ക്യാപ്സിക്കം, 1 ക്യാപ്സിക്കം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ക്യാപ്സിക്കം, പിന്നെ ഉപ്പും, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ് ഡിഷ് കേട്ടോ. നല്ല ഗ്രീൻ കളറുള്ള സൈഡ് ഡിഷാണ്. തൈര് കുറച്ചൊന്ന് ലൂസായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ. നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ ഒന്നുകൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ ഇതാണ്. പക്ഷേ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, മന്തിയുടെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മന്തിയുടെ കൂടെയുള്ള ടൊമാറ്റോ സാലഡ്, അത് ടൊമാറ്റോ ചട്നി, അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ എല്ലാ പ്രാവശ്യവും ഷെയർ ചെയ്യുന്നത് തന്നെയാണ്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളറുള്ള തക്കാളി ആണെങ്കിൽ ഒന്നുകൂടെ കളറ് നല്ല രസമുണ്ടാവും. അപ്പോൾ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ വലിയ ഉള്ളി ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ മല്ലിയില ഞാൻ ഒരു എന്താ പറയുക, ഇവിടെ വീട്ടിലുള്ള മല്ലിയിലയാണ്, അത് എന്താ പറയുക കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാ അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുക. 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്നും വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒന്നുകൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്നുകൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോപ്പ് ചെയ്യുന്ന ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഈ മന്തിയിലോട്ടുള്ള സൈഡ് ഡിഷുകൾ കേട്ടോ.
അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് അറിയുന്നതന്നെയല്ലേ എന്ന്. അറിയുന്നതന്നെയാണ്, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 5:30ക്കാണ് ഞാൻ മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഒരു 6:15 ആയപ്പോഴേക്കും ഞാനിപ്പോൾ അത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു 6:15 ആയപ്പോഴേക്കും. അപ്പോൾ നമ്മുടെ മന്തീൻ്റെ റൈസൊക്കെ നല്ലോണം കളർഫുള്ളൊക്കെ ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ, നല്ല മണമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആദ്യം മുകളിലെ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം. പിന്നെ താഴെയുള്ളത് ഞാൻ ചിക്കനും ബാക്കിയുള്ള ആ ഒരു ഓയിലി ടെക്സ്ചർ ഉണ്ടാവും താഴെയുള്ള റൈസിന്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മന്തി നല്ല ഫ്ലേവർഫുൾ ആവുക. അപ്പോൾ ചിക്കൻ കണ്ടോ, തൊലിയുള്ള ചിക്കനും ഇല്ലാത്ത ചിക്കനും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? കഴിക്കുമ്പം പക്ഷേ തൊലിയുള്ള ചിക്കനും തൊലിയില്ലാത്ത ചിക്കനും കഴിക്കുമ്പോൾ സെയിം ടേസ്റ്റ് തന്നെയാണ്. കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭംഗി തൊലിയുള്ള ചിക്കനാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം തൊലിയില്ലാത്ത ചിക്കൻ വെച്ചിട്ട് നമ്മൾ മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും പേടിക്കൊന്നും വേണ്ട. തൊലിയില്ലാത്ത ചിക്കൻ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ താഴെയുള്ള റൈസ് കണ്ടോ, കുറച്ചുകൂടെ അങ്ങനെ ഓയിലി ടെക്സ്ചറാണ് വരുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആ ചിക്കൻ എടുത്ത് മാറ്റിയ ശേഷം റൈസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മന്തി. ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറച്ച് ചേരുവകൾ മാത്രം മതി അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നോമ്പൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പം പുറത്തുനിന്ന് മന്തി വാങ്ങിച്ച് കഴിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ മുമ്പ് മന്തിയുടെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നല്ലോ, 2 റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വർഷം മുമ്പും 1 വർഷം മുമ്പൊക്കെ. അപ്പം ആ വീഡിയോസ് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കാരണം അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ കണ്ടോ, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് നിങ്ങളുമായിട്ട് മന്തി ഉണ്ടാക്കി കാണിക്കുന്നത്. കാരണം നാട്ടിലിട്ടുന്ന അരിയൊക്കെ ഡിഫറെൻ്റ് ആണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഗോൾഡൻ സെല്ല റൈസ് തന്നെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ചിക്കനെ കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ അത് എല്ലൊന്നും ഇങ്ങനെ ഊരി വരുന്നുണ്ട് എല്ലാതും. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.